ദേവി നാരായണ. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഉറക്കെ പറയണേ, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. തൃപ്പനയം ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ പവിത്ര മണ്ണിൽ 10-30 വർഷത്തിൻ്റെ ചരിത്രത്തിൽ പുനരുദ്ധാരണം ചെയ്ത് പവിത്രമാക്കിയ ഈ തിരുസന്നിധിയിൽ എനിക്ക് വരാൻ സാധിച്ചതിൻ്റെ ആ പരമഭാഗ്യത്തിന്, അതും ഏറെ വിശേഷപ്പെട്ട തിരുവാതിര നാളിലേക്ക് ഇനി കടക്കാൻ നിമിഷങ്ങളേ ഉള്ളൂ. തിരുവാതിര, പ്രസിദ്ധമായ ആ തിരുവാതിര ആഘോഷിക്കാൻ പോകുന്ന വേളയിൽ ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ വരാൻ സാധിച്ച ഭാഗ്യത്തിന് ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചും ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിവര്യൻ ശ്രീ സുരേഷ് ഭട്ടതിരി, അദ്ദേഹം മലയാളപ്പുഴ ക്ഷേത്രത്തിൻ്റെ കൂടി തന്ത്രി സ്ഥാനം വഹിക്കുന്ന ആദരണീയനായ ആചാര്യനാണ്. ക്ഷേത്രത്തിലെ പൂജാരിമാർ, അതുപോലെ ക്ഷേത്ര ഭരണസമിതി, നേരത്തെ ചന്ദ്രബാബുജി പറയേണ്ടായി എങ്ങനെയാണ് ഈ ക്ഷേത്രം വികസിച്ചു വന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ക്ഷേത്ര ഭരണസമിതി നടത്തിയ പ്രവർത്തനങ്ങൾ, അവരുടെ സാന്നിധ്യം, അതുപോലെ ഇന്നത്തെ ഏറെ ആദരണീയനായ ശ്രീ രാജൻജി ഉദ്ഘാടനത്തിനെത്തിയിരിക്കുന്ന മഹത് വ്യക്തിത്വം, അതുപോലെ ഈ നാടിൻ്റെ സുഹൃതികളായ അനുഗ്രഹീതരായ സർവോപരി ആത്മബന്ധുക്കളായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കോടി 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 പ്രണാമം. നമ്മൾ ഒരാഴ്ചക്കാലം ഭാഗവത സപ്താഹം എന്നാണ് പറയുന്നെങ്കിലും ഇന്നത്തെ ഒരു ആധുനിക ഭാഷ ഞാൻ പറയാ ഒരു ഭാഗവത കൗൺസിലിംഗ് ആണ്. എന്താണ് ഭാഷ? ഇന്ന് കൗൺസിലിംഗ് ആണല്ല, കൗൺസിലിങ്ങിന് പോവുക. ഒരാഴ്ച കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് കൗൺസിലിംഗ് ചെയ്യുക. എന്താണ് ഈ കൗൺസിലിംഗ് എന്നാണെങ്കിൽ, നമുക്ക് ഭാഗവതത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കണം. 5000 വർഷം പഴക്കമുള്ള ഒരു കൃതിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എനിക്ക് ആ ഫാനൊന്നും ഇടാൻ പറ്റുമോ? ചെറുതായിട്ട് ഫാനൊന്നും ചെയ്തിട്ട് ഫാൻ. 5000 വർഷം പഴക്കമുള്ള ഒരു കൃതിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഈ 5000 വർഷമുള്ള ഒരു കൃതി ഇന്ന് ലോകത്തിൽ ആരും വായിക്കുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. എന്നാൽ ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള നേരത്തെ പറഞ്ഞ ആധ്യാത്മിക കൃതികൾ ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ, അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള പുതിയ ടെക്നോളജി വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുകയാണ്. അതെന്താണ് ഇത്രയും ഒരു മഹത്വം ഭാഗവതത്തിന് എന്നാണെങ്കിൽ,
ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാഗവതം നേടിത്തരുന്ന ഒരു ജീവിതം അത് അനുഗ്രഹീത ജീവിതമാണ്. എന്താണ് അനുഗ്രഹീത ജീവിതം എന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം നേടിത്തരാൻ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് നേടിത്തരാൻ സാധിക്കാത്ത, നേടിത്തരാൻ അതിന് കഴിയാത്തതായ ഒരു മഹത്തായ കാര്യം ഭാഗവതം നേടിത്തരും. അതുകൊണ്ടാണ് 7 ദിവസം കുട്ടികളെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളിൽ ദൈവീകമായ കഴിവുണ്ട്. ഓരോ കല്ലിലും സുന്ദര ശില്പമുണ്ട്. പക്ഷെ ആ സുന്ദര ശില്പത്തെ പുറത്തെടുക്കാൻ കഴിവുള്ളൊരു കലാകാരൻ തന്നെ കൊത്തണം. പണ്ടൊരു ഒരു കൊത്തുപണിക്കാരൻ, സ്കൾപ്ചർ എന്ന് പറയും ഇംഗ്ലീഷിൽ, ശില്പമുണ്ടാക്കുന്ന ആള്, ശില്പി, ഒരു നല്ല കരിങ്കല്ലിൽ ഇങ്ങനെ കൊത്തി ശില്പം ഉണ്ടാക്കുകയാണ്. അപ്പം അതിലെ കടന്നു പോകുന്ന കുറച്ച് കുട്ടികൾ, ചെറുപ്പക്കാരെ ചോദിച്ചു, അങ്ങ് എന്ത് ശില്പം ഉണ്ടാക്കുന്നത്? അപ്പം ചിലർ പറഞ്ഞു കൃഷ്ണൻ്റെ ആയിരിക്കും. അവർ കൃഷ്ണൻ്റെ ആ മുഖമൊക്കെ കാണുന്നുണ്ട്, ഇത്തിരിയൊക്കെ മുഖമൊക്കെ ആയി കഴിഞ്ഞു, അതാണോ അങ്ങ് ഉണ്ടാക്കുന്നത്? അപ്പം ആ ശില്പി പറഞ്ഞു, കുട്ടികളെ, ഞാൻ കൃഷ്ണൻ്റെ ശില്പം ഉണ്ടാക്കുകയല്ല, കൃഷ്ണൻ്റെ രൂപം ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സുന്ദരമായ കൃഷ്ണശില്പത്തെ അല്ലെങ്കിൽ രൂപത്തെ പുറത്തെടുക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ പുറത്തെടുക്കാൻ, അതിനെങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കണമെങ്കിൽ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അതൊക്കെ ചെത്തിക്കളയണം. അപ്പൊ ഒരു നല്ല സുന്ദര ശില്പത്തിനെ ആവിഷ്കരിക്കണമെങ്കിൽ അതിന് നിൽക്കുന്ന അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന ഭാഗങ്ങളെയൊക്കെ ചെത്തിക്കളയേണ്ടത്. 7 ദിവസം ഇവിടെ ചെയ്യാൻ പോകുന്നതാണ്. ഓരോ കുട്ടിയിലും ഉള്ള ദിവ്യമായ ദൈവീകമായ കഴിവ് അത് ആ കുട്ടികൾക്ക് കണ്ടെത്താൻ ഈ ഭാഗവത സപ്താഹം ഒരു അനുഗ്രഹമാണ്. അബ്ദുൽ കലാം സാറ് പറയും, ഞാൻ പഠിച്ചതിൻ്റെ മഹത്വം കൊണ്ടല്ല ഞാൻ ഉന്നതനായത്. രാമേശ്വരം ക്ഷേത്രത്തിൽ അദ്ദേഹം ഒരു മുസ്ലിമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച പൂജാരിയുടെ മകൻ, പൂജാരിയുടെ മകൻ, അവിടുത്തെ പ്രധാന പൂജാരിയുടെ മകൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ആ പൂജാരിയുടെ മകൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാനും ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് പോകും. പക്ഷെ ആ ക്ഷേത്രത്തിൻ്റെ പുറത്തിരുന്ന് അകത്ത് ചൊല്ലുന്ന വേദമന്ത്രങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊരു സുഖം തോന്നിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അഗ്നിച്ചിറകുകൾ എന്നുള്ളൊരു പുസ്തകം. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അറിയില്ല. അബ്ദുൽ കലാം സാറിൻ്റെ പുസ്തകമാണ്. കുട്ടികൾ വായിക്കേണ്ട പുസ്തകമാണ്. ദൈവീകതയുടെ മഹത്വം മനസ്സിലാക്കാൻ അത് ധാരാളം മതി. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പുറത്തിരുന്ന് അകത്ത് ചൊല്ലുന്ന വേദമന്ത്രങ്ങളൊക്കെ കേൾക്കും. കാരണം മുസ്ലിമാണ്, അകത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കേട്ട് ആയിരിക്കാം പിൽക്കാലത്ത് ബാബ സാഹിബ് പോലുള്ള വലിയ വ്യക്തിത്വങ്ങളായിട്ട് എനിക്ക് ബന്ധമുണ്ടാവാനും, ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഭാഗമായി ജോലി ചെയ്യാനും, പിന്നീട് നമുക്കറിയാം ISRO, പിന്നീട് നമുക്കറിയാം ഭാരതത്തിൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവ്, പൊക്രാനിലെ ആറ്റം ബോംബ് പൊട്ടിച്ച സമയത്ത് അതിൻ്റെ പ്രധാനിയായി ചുക്കം പിടിച്ച ആള്, അതുപോലെ ഭാരതത്തിൻ്റെ പ്രസിഡന്റായി മാറിയ മഹത് വ്യക്തിത്വം. ഇത്രയൊക്കെ ഒരു കഴിവ് മനുഷ്യരിൽ എങ്ങനെ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളിലും ഓരോ വ്യക്തികളിലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് പുറത്തെടുക്കണമെങ്കിൽ നമ്മുടെ കഴിവുകളെ തടസ്സപ്പെടുത്തുന്ന ചില ഭാഗങ്ങൾ ചെത്തിക്കളയേണ്ടതുണ്ട്. 7 ദിവസം ഭാഗവതം കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയിലും ഒരു ദൈവീകമായ ചൈതന്യം വന്നിരിക്കും. നാളെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഞാൻ ആവർത്തിച്ചു പറയട്ടെ നിങ്ങളോട്, വിദ്യാഭ്യാസമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ധന്യമാക്കുന്നത്. അത് തെറ്റായൊരു ധാരണയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. ഏറ്റവും കൂടുതൽ വഴിതെറ്റിപ്പോകുന്നത് വിദ്യാഭ്യാസമുള്ളവരാണ്. ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെടുന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതും വിദ്യാഭ്യാസമുള്ളവരാണ്. മനസ്സിലായില്ലേ?
ഇപ്പൊ കേവലം വിദ്യാഭ്യാസം കൊണ്ട് ലോകം നന്നാവുമെന്ന് വിചാരിക്കരുത്. കാരണം മോസ്റ്റ് ഡേഞ്ചറസ്, നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത കാലത്തൊക്കെ നിങ്ങൾ കാണുന്ന ടെററിസ്റ്റുകളൊക്കെ വലിയ ഹൈലി ക്വാളിഫൈഡ് ആണ്. അവരുപയോഗിക്കുന്ന ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയൊക്കെ അവർക്ക് എവിടുന്ന അറിവ് എന്നുള്ളത്. അപ്പോൾ അറിവില്ലായ്മ, ഭൗതികമായ അറിവിൻ്റെ കുറവ് കൊണ്ടല്ല അവർ ഇങ്ങനെയായത്. അതിനൊരു ഗുരുത്വം വേണം, അതിനൊരു ദൈവീകത വേണം. ദൈവീകതയില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ലോകത്തിൽ വലിയ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, പക്ഷെ ആർക്കും വേണ്ട. കുറെ കഴിഞ്ഞാൽ ലോകം അവരെ മറന്നു. എന്നാൽ കുറച്ചു പേര് ലോകം വളരെ ആദരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ആദി ശങ്കരാചാര്യ സ്വാമികൾ, സ്വാമി വിവേകാനന്ദൻ, ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹത് വ്യക്തിത്വങ്ങൾ, നാരായണ ഗുരുദേവൻ, ഇന്നും നാരായണ ഗുരുദേവൻ ചർച്ച ചെയ്യപ്പെടുക. അതുപോലെ തന്നെ എത്ര അയ്യങ്കാളി തുടങ്ങിയ അനവധി ആളുകൾ. ഇതൊരു വശത്ത് നിങ്ങൾ പറയും ഇവരൊക്കെ സന്യാസി വര്യന്മാരെ. അല്ലാതെ തന്നെ ഇപ്പൊ നോക്കൂ, നമ്മൾ പൂന്താനത്തെ ആര് കണ്ടിട്ടുണ്ട്? മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനെ ആര് കണ്ടിട്ടുണ്ട്? എഴുത്തച്ഛനെ ആര് കണ്ടിട്ടുണ്ട്? അദ്ദേഹമൊന്നും സന്യാസിയല്ല, ഗൃഹസ്ഥന്മാര്. പക്ഷെ ഇന്നും എഴുത്തച്ഛൻ ആദരിക്കപ്പെടുകയാണ്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? എത്ര കവികൾ വന്നു. എന്തേ പൂന്താനത്തിനെ ഇന്നും ആദരിക്കുന്നത്? എന്തേ നമ്മൾ പറയിപ്പറ്റ പന്തിരുകുലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? എന്തേ നമ്മൾ വ്യാസഭഗവാൻ എഴുതിയ കൃതികളെ ഇന്നും വാല്യൂ ചെയ്യുന്നത്? മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ പൂർവികർ ദൈവീകത, ആ ദൈവീകത ഉള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതെന്നും നിലനിന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഒരു ഗുരുത്വമില്ലാത്തവർ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അവർക്ക് പറയൂ, ഒരു കാര്യമില്ല, വെറുതെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാരം ചുമക്കാന്ന് മാത്രം. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്ന ഗർദ്ധമം എന്ന് പൂന്താനം അദ്ദേഹത്തിന്റെ കൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? രാമായണം ശരിക്കും വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ചിലവര് ശാസ്ത്രഗർത്തങ്ങളിൽ മുങ്ങുന്നു. ശാസ്ത്രമൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ അവരറിയുന്നില്ല അവർ ജീവിതം തൊലച്ചു കളയുകയാണെന്ന്. അപ്പൊ നമുക്ക് രണ്ടും വേണം. ഈ ഭൗതികമായതിനൊപ്പം തന്നെ ആത്മീയമായൊരു അനുഗ്രഹം, ദൈവീകത വേണം. ഈ ദൈവീകതയാണെന്ന് ഇപ്പൊ ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവീകതയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ കേരളീയ സമൂഹം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തിൽ മുൻപന്തിയിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ സ്റ്റാറ്റസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കേരളീയരുടേതാണ്. ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതും ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് നഷ്ടപ്പെട്ട് ആത്മഹത്യയെന്നും കുടുംബമായി ആത്മഹത്യയെന്നും ഇവിടെയാണ്. നിങ്ങൾ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ UP 7 തവണ നമ്മുടെ കേരളത്തിനേക്കാൾ പോപ്പുലേഷൻ ഉള്ളൊരു സ്റ്റേറ്റാണ്. അറിയാലോ നിങ്ങൾക്ക്, 21 കോടി ജനങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ ഒരു 1% പോലും നിങ്ങൾക്ക് ആത്മഹത്യ കാണില്ല. ഞാനൊരു സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യില്ല. ഇത്രയൊക്കെ വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ എന്താ ഇല്ലാത്തത്? എവിടെ ഒരു ഗുരുത്വമില്ല നമുക്ക്. കുട്ടികളൊക്കെ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകും എന്നല്ലാതെ അവരുടെ ഉള്ളിലുള്ള ദൈവീകത ഉണർത്താൻ ക്ഷേത്രങ്ങളെ ഉപയോഗിക്കാൻ സത്യത്തിൽ നമുക്കറിയില്ല. ക്ഷേത്രങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അതിഗംഭീരമായി വളർന്ന് വികസിക്കുന്നുണ്ടെങ്കിലും ആ ക്ഷേത്രത്തിനെ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാൾക്ക് ക്ഷേത്രമുണ്ടായിട്ടും പറയൂ കാര്യമില്ല. സത്യം പറയും, നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ക്ഷേത്രത്തെക്കുറിച്ച് വേണ്ട അറിവ് നമുക്ക് കൊടുക്കുക. ഒരു ക്ഷേത്രത്തിൽ പോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ? പറയൂ, അവർക്ക് പറയൂ, ഇല്ല. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. അവര് നമ്മളിങ്ങനെ മുമ്പേ ഗമിശീലിന ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന കവി പറഞ്ഞതുപോലെ അച്ഛൻ്റെ അമ്മയുടെ പിന്നാലെ വരുന്നു, പ്രദക്ഷിണം വെക്കുന്നു, അല്ലേ, ചന്ദനക്കുറി തൊടുന്നു. അവരവിടെയും ഇവിടെയൊക്കെ നോക്കി പുറത്തിറങ്ങാൻ കാത്തിരിക്കുക തോണ്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? ശരിയാണോ? അല്ലേ? ഒരു നിമിഷം അവർ കാത്തിരിക്കും. ഇങ്ങനെ അതിന്റെ വെമ്പല് പോലെയാണ് ഈ സാധനം അമ്മയുടെ എന്ന് തട്ടിപ്പറയുന്നു, പിന്നെ തോണ്ടരുത്. ആ ഒരു ലോകത്തിലേക്ക് അവർ വല്ലാതെ സ്വാധീനിക്കപ്പെട്ടു. ഉണ്ടോ ഇല്ലയോ? അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റുന്നു? അവരവരുടെ ആ കൂട്ടുകെട്ടുകളിൽ അങ്ങനെ കുടിപ്പോകുമ്പോൾ നല്ലതാണ്, കൂട്ടുകെട്ട് വേണം. പക്ഷെ സ്വന്തം കഴിവ് മറന്ന്, സ്വന്തം മനോബലം മറന്ന് അവരങ്ങനെ പോകുമ്പോൾ അവസാനമാണ് അവർ തിരിച്ചറിയുന്നത്, എവിടെയൊക്കെയോ എനിക്കെന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൂട്ടിൻ്റെ കൂടെ തന്നെ കഴിവും വേണ്ടേ? കഴിവ് വേണ്ടേ? വേണോ വേണ്ടയോ?
ഇന്നാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു 7 ദിവസം കുട്ടികൾ സ്കൂളിൽ പറഞ്ഞയക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഒരാഴ്ച പറഞ്ഞയക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ ലോകമല്ല ഇന്ന് നിങ്ങളുടെ കുട്ടികളുടെ മുന്നിലുള്ള ലോകം. മുമ്പ് നമുക്ക് പഠിച്ചാൽ എന്തെങ്കിലും ജോലി കിട്ടുന്ന കാലമാണ്. ഇന്ന് മനുഷ്യൻ ഇടപഴകുന്നത് കമ്പ്യൂട്ടറുകളോടാണ്, അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി, അതായത് മനുഷ്യനേക്കാളും വേഗത്തിൽ ഉത്തരവും മനുഷ്യനേക്കാളും വേഗതയിൽ ജോലിയും ചെയ്യാൻ സാധിക്കുന്ന റോബോട്ട്സുകൾ, കമ്പ്യൂട്ടർ മനുഷ്യന്മാരെ ഇപ്പൊ രൂപപ്പെടുത്തി കഴിഞ്ഞു പല രാജ്യങ്ങളിലും. ഇന്ത്യയിലും അത് വന്നു തുടങ്ങി. ഇവിടെയൊക്കെ വരണ്ടെന്നൊന്നും പറഞ്ഞാൽ ഒരു പിടിയും ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം ഇത് ലോകത്തിന്റെ ഒരു പ്രതിഭാസമാണ്, ആണോ? അപ്പൊ മനുഷ്യൻ ഇനി ഇന്ററാക്ട് ചെയ്യുന്നത്, ഇടപഴകുന്നത് മനുഷ്യനോടല്ല. ഇനി മനുഷ്യൻ ഇടപഴകുന്നത് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ മനുഷ്യന്മാരോട്. ഞാൻ നിങ്ങളോട് വെറുതെ പറയില്ല, ഞാൻ പ്രഭാഷണം ചെയ്യല. ഞാനൊരു 2 മാസം മുമ്പ് ജപ്പാനിൽ പോയപ്പോൾ ഒരു എയർപോർട്ട് മുഴുവൻ ഈ തരത്തിലുള്ള നിർമ്മിത ബുദ്ധി കൊണ്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ്. അപ്പൊ 60ഉം 70ഉം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പൊ 2 ആളെ ജോലിക്ക് ആവശ്യമുള്ളൂ. കാരണം ഈ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ അത്ര അവർ ഡെവലപ്പ് ചെയ്തിരിക്കുക. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും എല്ലാ മേഖലയിലേക്കും ഇത് കൊണ്ടുവന്നാൽ തൊഴിൽ സാധ്യത അവർക്ക് പറയൂ കുറയും. നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ, ഏത് ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുന്ന ഒരു ടീച്ചറെ ഒരു കമ്പ്യൂട്ടർ നിർമ്മിത ബുദ്ധി കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ, പിന്നെ സ്കൂളിലൊരു അധ്യാപകന്റെ ആവശ്യമില്ല. മനസ്സിലാവുണ്ടല്ലോ? ആ ലോകത്തിലേക്ക് ആ മനുഷ്യൻ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികളുടെ മുന്നിലുള്ള വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അത്യാധുനിക കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെയാണ് ദൈവീകതയുടെ ആവശ്യം. അവിടെയാണ് നമ്മൾ സ്വയം പറയേണ്ടത്, ഇതെല്ലാം നിർമ്മിത ബുദ്ധിയാണ്. ഇതിനെ ഇംഗ്ലീഷിൽ പറയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്നാൽ മനുഷ്യനൊരു നിർമ്മിത ബുദ്ധിയല്ല, മനുഷ്യനൊരു ദൈവീക ബുദ്ധിയാണ്. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, ഏത് തരത്തിലുള്ള ബുദ്ധിയും അല്ലെങ്കിൽ കഴിവും വികസിപ്പിച്ചെടുക്കാൻ. ഉണ്ടോ ഇല്ലയോ? എന്താ മിണ്ടാത്തത് നിങ്ങള്? ഉണ്ടോ ഇല്ലയോ? ആ ദൈവീകത ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനും അപ്പുറത്തെ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ മനുഷ്യന് സാധിക്കും. ഇത്രയും മനുഷ്യന് സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിനപ്പുറം ഇനിയും സൃഷ്ടിക്കാൻ പറ്റുമോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? അതിന് നമ്മുടെ കുട്ടികളെ തയ്യാറാക്കണം. അതിന് കുട്ടികളെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പുറകിലായി പോകും. ഞാനൊരു ആത്മാർത്ഥമായ കാര്യം പറയട്ടെ, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസം, വലുതെന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന വിദ്യാഭ്യാസം വളരെ വളരെ പുറകിലാണ് ഇന്ന് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടല്ലേ നമ്മുടെ കുട്ടികൾ ഉന്നത പഠനത്തിന് വിദേശങ്ങളിലേക്ക് പോകുന്നത്? പറയൂ നിങ്ങൾ. ഇന്ന് നമ്മുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എല്ലാവർക്കും ഇരുന്ന് നാമം ചൊല്ലാം. എല്ലാവരും അവിടെ ഇരുന്ന് നാമം ചൊല്ലാം. അപ്പൊ ദീപാരാധന നടക്കുമ്പോൾ എല്ലാവരും ഉറക്ക ചൊല്ലാം. അമ്മേ നാരായ കണ്ണടച്ചു ചൊല്ലാം. ആ ദീപാരാധന മനസ്സിൽ കാണാൻ നിങ്ങൾ കണ്ണടച്ചു ചൊല്ലാം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ 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 അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി
നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ. ലക്ഷ്മീ 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 നാരായണ ഭദ്രേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞ കുട്ടികളെ കൊണ്ടുവരണം. ഭാഗവതത്തിലെ ഇവിടെ സപ്താഹം നടക്കാറില്ലേ? ഉണ്ടോ? സപ്താഹം നടക്കുന്ന സ്ഥലല്ലേ? ആണോ? മൂലഭാഗവതം നടക്കാറുണ്ടോ? അതോ മലയാള ഭാഗവതാണോ? ഇവിടെ ഏത് ഭാഗവതം നടക്കാറ്? മലയാളമാണോ കൂടുതൽ? നമ്മൾ നടത്തുന്നത് മൂലഭാഗവതമാണ്. ആ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്കിലും ആ മൂലഭാഗവതത്തിലെ ആദ്യത്തെ ഒരു സ്റ്റോറി, കഥ പറയുന്നത് ഒരമ്മ, അമ്മയുടെ 2 മക്കള്, നല്ല ആരോഗ്യമുള്ള മക്കള്, നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 മക്കള്. ഇവരിങ്ങനെ അവരുടെ ജീവിത യാത്ര ചെയ്യുന്നതിനിടയിൽ അവരനുഭവിക്കുന്ന പല അവഗണനകള്, പ്രയാസങ്ങള്, പ്രശ്നങ്ങള്. ഈ അവഗണനകളും മറ്റും നേരിട്ട് നമ്മളിപ്പം ചില സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? പലരെ അവഹേളിച്ചു, അപമാനിച്ചു സോഷ്യൽ മീഡിയയിൽ അല്ലേ? പല രീതിയിൽ അപകീർത്തിപ്പെടുത്തി എന്നൊക്കെയുള്ള കേസുകൾ ഇപ്പൊ കാണുന്നുണ്ടല്ലോ പത്രത്തിൽ അല്ലേ? അതുപോലെ ഈ കുട്ടികളെ അവഗണിച്ചു പലരും. ഈ കുട്ടികൾ മാനസികമായി വളരെ തളർന്നു. ഓഫ്കോഴ്സ് അതാണല്ലോ ജീവിതത്തിൽ അപമാനങ്ങളും അവഹേളനകളും നിന്ദകളും അതുപോലെ തന്നെ മറ്റുള്ളവരെ അവഗണിക്കുമ്പോൾ മാനസികമായി തളരും. ഈ മാനസികമായി തളർന്നുപോയ ഈ കുട്ടികളെ ഓർത്ത് അമ്മമാര് ദുഃഖിക്കുക. ഇന്നിപ്പോ നമ്മുടെ ഹിന്ദു ഭവനങ്ങളിൽ ഏറെക്കുറെ കാണുന്നൊരു കാഴ്ചയാണത്. കാരണം പല കുട്ടികളും ഇന്ന് വിദേശത്താണ് ജോലിക്കായിട്ട് അല്ലേ? ഇന്നിപ്പോ നാട്ടിൽ ജോലി കിട്ടുന്നത് നമുക്കറിയാം, എല്ലാം പൂട്ടിയതുകൊണ്ട് ഇനി ഇവിടെ സാധ്യതയില്ല. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണം. നമുക്ക് എന്താണ് ബാംഗ്ലൂരിലോ പൂനെയിലോ ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ പോകണം. വേണ്ടയോ? വേണം. ഇനി അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ കൊടുക്കുന്ന തൊഴിൽ വീട്ടിലിരുന്ന് ചെയ്യണം. നമുക്കറിയാം ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആണോ അല്ലയോ? അവനവന്റെ നാട്ടിലെ ജോലി സാധ്യതകൾ വളരെ കുറവാണ്. അപ്പൊ പലപ്പോഴും ഇന്ന് വീടുകളിൽ കുട്ടികൾ കുറഞ്ഞു വരികയാണ്. കാരണം ജോലിക്ക് അന്വേഷിച്ച് പുറത്തുപോയി. ഇന്ന് പ്രായമുള്ളവരുടെ ഒരു ഓൾഡ് ഏജ് ഹോമായി നമ്മുടെ വീടുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഹിന്ദുക്കൾ തിരിച്ചറിയണത്. കാരണം നമ്മുടെ വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛനമ്മമാർ. ഈ തരത്തിൽ മാനസികമായി തളർന്നുപോയ ഒരമ്മ, 2 മക്കളെ ഓർത്ത് വിഷമിക്കുന്ന ഒരമ്മ. അപ്പൊ ഒരു കാര്യം അമ്മയ്ക്ക് മനസ്സിലായി, മക്കൾ തളരുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അമ്മമാരും തളരും. അപ്പൊ അമ്മ തളർന്നു പോയാൽ വീണ്ടും ആരോഗ്യവും നശിക്കും എന്ന് മാത്രമല്ല, ഈ കുട്ടികളുടെ തളർച്ചയുടെ തീവ്രത ഒന്നുകൂടി, അമ്മയും കൂടി തളർന്നു പോയാൽ ഈ കുട്ടികളുടെ വിഷമം ഒന്നുകൂടി കൂടും. അപ്പൊ ഈ അമ്മ ഇതിനൊരു പോംവഴി നോക്കുകയാണ്. സാധാരണ നിങ്ങളൊക്കെ ആണെങ്കിൽ എന്തായിരുന്നു, കരയും അല്ലെങ്കിൽ ജ്യോതിഷത്തിന്റെ പിന്നാലെ പോവും, അങ്ങനെയല്ലേ ചെയ്യാം പലരും? ആണോ? പെട്ടെന്ന് അതാണ് എല്ലാവരുടെ മനസ്സിലും വരിക. ഈ അമ്മ അങ്ങനെയുള്ള പരിഹാരമല്ല, അവർ ഗുരുക്കന്മാരെടുത്തിയത്.
പലരുടെയും അടുത്ത് ചെന്നു. പക്ഷെ അവർക്ക് വ്യക്തമായൊരു ഉത്തരം കിട്ടിയില്ല. എന്താണ് അവർക്ക് വേണ്ടത്? മക്കളെ ആ ഒരു വിഷമാവസ്ഥയിൽ നിന്നും ഉയർത്തണം. ഏതമ്മയുടെ ആഗ്രഹം അതാണല്ലോ. എങ്ങനെയെങ്കിലും എത്രയും വേഗം മക്കളെ ഒന്ന് അതിനാണല്ലോ നേരത്തെ കൗൺസിലിംഗ്, സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് എന്നൊക്കെ ഉണ്ടല്ലേ നിങ്ങൾ. കുട്ടികളെ ഒന്ന് കൊണ്ടുപോയി ഒരു ഡിപ്രഷൻ അവസ്ഥ. ഇനിയിപ്പോൾ കാണാം, SSLCയുടെ പരീക്ഷ തുടങ്ങാൻ പോവല്ലേ. എല്ലാം സൈക്കാട്രിസ്റ്റുമാരുടെ അടുത്തൊക്കെ തിരക്ക് ഇപ്പം തന്നെ തുടങ്ങി. കാര്യം പരീക്ഷയെക്കുറിച്ചുള്ള ഭയങ്കര ടെൻഷൻ കുട്ടികൾക്ക്. അതുപോലെ +2 അപ്പോഴേക്കും നീറ്റ് എഴുതണം, അപ്പോഴേക്കും JEE എഴുതണം. ഒരുപാട് പ്രഷറാണ് കുട്ടികൾക്ക്. ആണോ? അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് പലപ്പോഴും മാനസികമായി വലിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഉറക്കം നഷ്ടപ്പെടുത്തുമ്പോൾ, അത് ചില സമയത്ത് കുട്ടികളുടെ ബിഹേവിയറിനെ ബാധിക്കുമ്പോൾ മനസ്സ് തന്നെ പെട്ടെന്ന് ഡൗണായി ഒരു തരം ഡിപ്രഷനിൽ പോകും. ഒന്നിനും ഒരു ഇഷ്ടമല്ല, താല്പര്യമില്ല, കഴിക്കാൻ താല്പര്യമില്ല, കുളിക്കാൻ താല്പര്യമില്ല, ആരെയും കാണണമെന്നും താല്പര്യമില്ല. അതൊക്കെയാണല്ലോ ഡിപ്രഷന്റെ സ്വഭാവം. ഈ തരത്തിൽ ഈ അമ്മ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ അടുത്തേക്ക് നാരദ മഹർഷി കടന്നു വരുന്നത്. അപ്പൊ അന്നത്തെ പ്രധാന ആചാര്യനാണ് ആര്? നാരദ മഹർഷി. അപ്പൊ നാരദ മഹർഷിയോട് ചോദിച്ചു, മഹർഷി കാണുന്നില്ലേ ഒരമ്മ എന്ന നിലയ്ക്ക് എൻ്റെ ദുഃഖം, എൻ്റെ മക്കൾ ഇങ്ങനെ തളർന്നിരിക്കുകയാണ്, അവശരായിരിക്കുകയാണ്. ഏതമ്മയാണ് സന്തോഷിക്കുക മക്കൾ അവർ തളർന്നിരിക്കുമ്പോൾ? ഈ മക്കളെ ഒന്ന് അവരുടെ ഒരു ആരോഗ്യത്തിലേക്ക്, അവരുടെ മനോബലത്തിലേക്ക്, ശക്തിയിലേക്ക് അവിടുന്ന് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം. അതിനെന്നെ ഒന്ന് അനുഗ്രഹിക്കണം. നാരദ മഹർഷി ആവും പാടും ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയുന്ന തന്ത്രങ്ങളെല്ലാം പയറ്റി നോക്കി. എങ്ങനെയൊക്കെയാണ് ഈ കുട്ടികളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക. പല രീതിയിൽ അഡ്വൈസ് ചെയ്തു, ഉപദേശങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ ഒരു തരത്തിലും ആ കുട്ടികളെ ഒന്ന് അവരുടെ ആ ഒരു ദുർബലാവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ആ നാരദ മഹർഷിക്ക് സാധിച്ചില്ല. നാരദ മഹർഷി ഇന്നത്തെ കാലത്താണെങ്കിൽ ഇട്ടിട്ട് പോവും, നിങ്ങളായി നിങ്ങളുടെ പാടായിരുന്നു. പക്ഷെ അന്നത്തെ നാരദ മഹർഷി അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ളൊരു മഹാത്മാവായതുകൊണ്ട്, അല്ല ഇന്നത്തെ കാലത്താണെങ്കിൽ പറയും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ എടുത്ത കൊണ്ട് എങ്ങനെയല്ലേ പറയാ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഈ കേസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പറയും വേറെ എത്തിച്ചാൽ എവിടെ വെച്ചാൽ കൊണ്ടുപോയി, അങ്ങനെയല്ലേ പറയാ, അല്ലെ? കൈയൊഴിയവര്. നാരദ മഹർഷി കൈയൊഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അമ്മേ ഞാൻ ഇതിനൊരു പരിഹാരം തേടും, അമ്മ ഇവിടെ കാത്തിരിക്കും. നാരദ മഹർഷി പിന്നെ യാത്ര ചെയ്യാണ്. സാധാരണ എപ്പോഴും നാമം ജപിച്ച് യാത്ര ചെയ്യുന്ന ഒരു നാരദരെയാണ് നമ്മൾ സീരിയലിലൊക്കെ കണ്ടുള്ളത്, അല്ലേ? നാരായണ നാരായണ, അതൊരു പ്രത്യേക ട്യൂൺ ഉണ്ടല്ലോ, നാരായണ നാരായണ. നാരദർക്ക് അങ്ങനെ ഒരു ട്യൂണാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളിപ്പോൾ TV അടുത്ത വീട്ടിൽ നിന്ന് നാരായണ നാരായണ കേട്ടാൽ ആരാ മനസ്സിലേക്ക് വരിക? നാരദരാ വരിക. അപ്പൊ ഇവിടെ നാരായണ നാരായണ പറയുന്ന മഹർഷിയല്ല കാണുന്നത്. മഹർഷി ആലോചിക്കുകയാണ്, എങ്ങനെ ഈ തളർന്നു കിടക്കുന്ന കുട്ടികളെ ഉണർത്താൻ സാധിക്കും, അതിനെന്തായിരിക്കും പോംവഴി, അതിനെന്തായിരിക്കും ഒരു മരുന്ന്. മരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന അലോപ്പതി മരുന്നല്ല. കാരണം കുട്ടികൾ ശാരീരികമായിട്ടല്ല തളർന്നിരിക്കുന്നത്, കുട്ടികൾ മാനസികമായിട്ട്. അപ്പൊ അവർക്ക് ശരീരത്തിന് വേണ്ടുന്ന മരുന്നല്ലല്ലോ വേണ്ട, മനസ്സിന് വേണ്ടുന്ന മരുന്നാണ്. ഏത് തരത്തിലായിരിക്കണം ഈ കുട്ടികളെ ഉണർത്തേണ്ടത് ഒരു പിടി കിട്ടുന്നില്ല. അദ്ദേഹം അങ്ങനെ ഭാരതത്തിൽ സഞ്ചരിച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹം എത്തിച്ചേർന്നു ബദ്രിനാഥില്. ഭാരതത്തിന്റെ ഏറ്റവും വിശേഷപ്പെട്ട സ്ഥലമാണ് ഹരിദ്വാർ, ഋഷികേശ്, ബദ്രിനാഥ് തുടങ്ങിയുള്ള സ്ഥലങ്ങൾ. അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു അന്ന് ഭാരതത്തിലെ ഉജ്ജ്വല പ്രതിഭകളായിരുന്ന അത്യധികം അറിവുള്ള ജ്ഞാനികളായ തപോനിധികളായ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പരിവ്രാജകന്മാരായ, വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിക്കുക പരമഹംസം എന്നാ പറയാ. എന്താണ് പരമഹംസം എന്ന് വെച്ചാൽ? അത്രയും ആത്മീയതയുടെ ഉജ്ജ്വല തേജസ്സിലെത്തിയ മഹത് വ്യക്തിത്വങ്ങളായിരുന്നു സനകൻ, സനന്ദൻ, സനാതനൻ, എന്താണ് നാലാമത്തെ ആളുടെ പേര്? സനൽകുമാരൻ ഞാൻ പറയും ചെയ്തത്. സനൽകുമാരൻ. ഈ 4 പേര്, ഇവരെ പറയാ സനൽകുമാര മഹർഷിവര്യന്മാർ. ഇതാണ് പൊതുവെ പറയുന്നത്. ഈ മഹർഷിവര്യന്മാരുടെ മുന്നിലെത്തിപ്പെട്ടു. അപ്പൊ അവര് ചോദിച്ചു, കിം ഋഷേ ദുഃഖം, എന്താ അവിടുത്തെ മുഖത്തൊരു ദുഃഖം? സാധാരണ അങ്ങ് വളരെ പ്ലസന്റ് മുഖത്തോടുകൂടി, വളരെ ഹാപ്പിയായിട്ട്, വളരെ സന്തോഷത്തോടെ ഭഗവാന്റെ നാമം ജപിച്ച് നടക്കുന്ന അങ്ങയ്ക്ക് എന്തു പറ്റി? അങ്ങയുടെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടല്ലോ മഹർഷി, എന്താണ് അങ്ങേ ഇത്ര വേദനിപ്പിക്കുന്നത്? അപ്പൊ മഹർഷി പറഞ്ഞു,
ഇത് എൻ്റെ ദുഃഖമല്ല. ഞാൻ വരുന്ന വഴിയിൽ കണ്ടു ഒരമ്മയെ, വളരെയധികം മാനസികമായിട്ട് കരയുന്ന, വിഷമിക്കുന്ന ഒരമ്മ. അമ്മ കരയുന്നത് അവരുടെ മക്കളെ ഓർത്താണ്. ആ മക്കൾ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ കഴിവെല്ലാം പരീക്ഷിച്ച് നോക്കി, പക്ഷെ ആ കുട്ടികളെ എനിക്ക് മാനസികമായി ഉയർത്താൻ സാധിച്ചില്ല. അവിടുന്ന് ഒരു വഴി കാണിച്ചു തരണം. അപ്പോഴാണ് ഈ സനൽകുമാരാദി മഹർഷിവര്യന്മാർ പറയുന്നത്, മഹർഷി, കലിയുഗത്തിൽ, ശ്രദ്ധിക്കണേ, കലിയുഗത്തിൽ മനുഷ്യനെ തളർത്താൻ ഇന്ന് ചുറ്റുപാടുകൾക്ക് സാധിക്കും. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് എളുപ്പം, ഇത് വേഗം മനസ്സിലാവും. ഇന്നത്തെ ചുറ്റുപാടുകൾക്ക് എളുപ്പം മനുഷ്യനെ തളർത്താൻ പറയൂ സാധിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ നോക്കൂ, കോടീശ്വരനായ ഒരുത്തനെ പിടിച്ചപ്പോൾ ജയിലിട്ടിരിക്കുകയാണ് അല്ലേ, കയ്യിലിരിപ്പുണ്ട് അല്ലേ, ആണോ അല്ലയോ? അപ്പൊ കോടികൾ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇന്നലെ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ബെയിൽ അപ്ലിക്കേഷൻ വന്നപ്പോൾ കോടതി ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് റെഗുലർ സിസ്റ്റം ഉണ്ട് ബെയിൽ എടുക്കുന്നതിന്. ആന്റിസിപ്പേറ്റ് അല്ല, ഈ എന്താണ് ബെയിൽ അത് ബെയിൽ അപ്ലിക്കേഷൻ മൂവിയിൽ കൊടുത്തില്ലേ, ട്യൂസ്ഡിക്കേറ്റ് കേസ് വെച്ചിരിക്കും. വായിക്കില്ലേ നിങ്ങൾ പത്രം? അപ്പൊ എത്ര പണം ഉണ്ടായാലും 2-4 ദിനം കൊണ്ട് ഒരുത്തനെ, എത്ര പൂന്താനത്തിന്റെ വരികൾ എത്ര സത്യമാണെന്ന് നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതുപോലെ നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇത് നമ്മുടെ കുട്ടി, ഞാൻ ഈ കഥ പറയുന്ന ആരെയും കുറ്റപ്പെടുത്താനല്ല. നാളെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചതിക്കുഴികൾ ഉണ്ടാവോ ഇല്ലയോ? പറയൂ. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ വലിയ സമ്പന്നൻ എന്ന് പറയുന്ന ആളായിരുന്നു. വളരെ കുറഞ്ഞ കാലം കൊണ്ട് 26,000 കോടി രൂപയിലേക്ക് എത്തിയ ബൈജൂസ് ആപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഓൺലൈനിൽ കൂടെ കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ്സും അതുപോലെ സർവീസ് എക്സാമും പല കോച്ചിങ്. ഇന്നിപ്പം ബാങ്ക്രപ്റ്റ് 10-15 കേസുകളാണ്. അയാൾ ആത്മഹത്യ ചെയ്യാതിരുന്നാൽ നന്നായിരുന്നു. കാരണം അത്രയും ബാങ്ക്രപ്സിയിലേക്ക് പോയി കളഞ്ഞു. 26,000 കോടിന്ന് 0 എത്തണമെങ്കിൽ കയ്യിലിരിപ്പ് എത്ര? വേണ്ടാത്ത കൂട്ടുകെട്ടും വേണ്ടാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും ചെയ്ത് അതിനൊരു ഗുരുത്വം വേണ്ടേ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഈ കേരളം ഏറ്റവും വലിയ ലോട്ടറിയുടെ നാടാണ് അല്ലേ? നാളെ കാലത്ത് 10 മണിക്ക് നിങ്ങൾ ആരും കേൾക്കാത്തവരുണ്ടാവില്ല. എത്ര ലോട്ടറികൾ ഇവിടെ ആഴ്ചയിൽ എടുത്തിട്ടുണ്ടാവും? ഉണ്ടാവില്ലേ? പറയൂ നിങ്ങൾ, ഉണ്ടാവില്ല? എത്ര ഓണം ബമ്പറും എത്ര വിഷു ബമ്പറും എത്ര ക്രിസ്മസ് ബമ്പറും ഇവിടെ കടന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചൊരു ആധികാരിക പഠനം പറയുന്നത് ഈ ലോട്ടറി അടിച്ചതിൽ 1% പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ്. എന്തോ അവരുടെ കയ്യിൽ നിന്ന് പണം എങ്ങനെയെങ്കിലൊക്കെ കാലം കൊണ്ട് ചോർന്നു പോയിട്ടുണ്ടാവും. അത് എവിടെയോ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനൊരു ഗുരുത്വം വേണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തത്? നല്ലൊരു കൂട്ടുകെട്ടിൽ പെട്ടിയില്ലെങ്കിൽ അത് അപകടത്തിലേക്ക് എത്തില്ലേ? പറയൂ നിങ്ങൾ. കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലക്കാരോട് ഞാൻ പറയേണ്ട കാര്യമില്ല, ആത്മഹത്യ എത്രയോ വീടുകളിൽ പാമ്പിനെ കൊത്തിച്ചു വരെ കൊന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് കൂടുതൽ ഇവിടുത്തെ മറ്റു ചരിത്രങ്ങളൊന്നും പറയിപ്പിക്കരുത്. കൊല്ലം ജില്ലയിലല്ലത്, ഇവിടുന്ന് അധിക ദൂരം നല്ല സ്ഥലം ആണോ? അവര് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച കേസ് വിദ്യാഭ്യാസമുള്ള ഒരുത്തനാ ചെയ്തത് അല്ലേ? ഇങ്ങനെ എന്തെല്ലാം കേസ്. മറ്റ് സംസ്ഥാനം മോശമല്ല, അല്ല നാടുകളും മോശമല്ല. കണ്ണൂരിൽ കണ്ടില്ലേ, പാവം രാഷ്ട്രീയക്കാര് ഹിന്ദുക്കളെ ഇരകളാക്കി അങ്ങോട്ട് കൊല്ലപ്പെടുന്നതും ഹിന്ദുവാണ്, കൊല്ലിക്കുന്നതും ഹിന്ദുവാണ്, ഒക്കെ ഹിന്ദുക്കളുടെയാണ് ജീവിതം. മനസ്സിലാവണ്ട? ഞാൻ അവിടെയൊക്കെ സപ്താഹത്തിന് പോകുമ്പോൾ പല മരണപ്പെട്ട വീടുകളിലെ അമ്മമാരൊക്കെ വന്നിരിക്കുമ്പോൾ സങ്കടം തോന്നും. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് നമുക്ക് അവരെ ഉപദേശിക്കാൻ പറ്റിയ? രാഷ്ട്രീയക്കാരെ ഇരകളാക്കിയത്. ഈ തരത്തിൽ വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് അവനവന്റെ ജീവിതം തകർക്കുന്നവരും ചതിക്കുഴികളിൽ വീഴുന്നവരും, ഇതിലൊന്നും പെടാതെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ അതിനൊരു ദൈവാനുഗ്രഹം വേണോ വേണ്ടയോ? ഉറക്കെ പറയൂ നിങ്ങൾ. നല്ല ബന്ധങ്ങൾ ഉണ്ടാവാൻ ദൈവാനുഗ്രഹം വേണം. നല്ല ബന്ധങ്ങളില്ലെങ്കിൽ അതോടുകൂടി ജീവിതം തകർന്നു. നിങ്ങൾ നോക്കൂ, മഹാഭാരതത്തിലെ കർണനെ പോലെ കഴിവുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാവില്ല. ഒരുപക്ഷെ അർജുനനേക്കാൾ കഴിവുള്ളത് കർണനാണ്. നിങ്ങൾ മഹാഭാരതം വായിച്ചാലല്ലോ, കർണനോട് അത്ര ബഹുമാനം. ഞാൻ സത്യം പറയാണ്, എനിക്ക് അർജുനനേക്കാൾ ഇഷ്ടം കർണനെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും അർജുനനേക്കാൾ ഇഷ്ടപ്പെട്ടത് കർണനെയാണ്. നിങ്ങൾക്കറിയോ, മഹാഭാരത കഥ എടുത്ത് നോക്കിയാല് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് അർജുനനെ കൊണ്ട് കർണനെ കൊല്ലിക്കുന്നത് കൃഷ്ണനാണ്. ആ രംഗം നമുക്ക് പിന്നീട് പറയാം. ഇപ്പം അത് പറഞ്ഞാൽ സമയം ഒരുപാട് അങ്ങോട്ട് പോകും. കാരണം മഹാത്മ്യത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകും. കർണൻ കൊല്ലപ്പെട്ടു.
അതും രഥചക്രം താഴ്ന്നു കിടക്കുന്ന സമയത്താണ് കർണനെ കൊല്ലുന്നത്. അറിയാലോ കഥ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് പറയാം ആ കഥ, ഞാനിപ്പം പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. കർണൻ മരിക്കുന്ന രംഗം, കൃഷ്ണൻ രഥത്തിൽ നിന്നും ഇറങ്ങിച്ചെല്ലുകയാണ് കർണന്റെ അടുത്തേക്ക്. കൃഷ്ണനോട് പറയുന്നത് ആ അസ്ത്രം അങ്ങ് വലിക്കണം എന്നാണ്. അസ്ത്രം വലിച്ചാൽ അതോടുകൂടി ജീവൻ ശരീരത്തിൽ നിന്ന് പോകും. അസ്ത്രം വലിപ്പിക്കുന്നത് കൃഷ്ണനെ കൊണ്ടാണ്. പിന്നെ ഒരു ആഗ്രഹം പറയുന്നത് അറിയോ, ആ ശരീരം വിടുന്നതിന് മുമ്പ് എൻ്റെ ചിതയ്ക്കിൽ കൃഷ്ണൻ തീ കൊളുത്തണമെന്നാണ്. എൻ്റെ ശരീരം കത്തിക്കേണ്ടത് കൃഷ്ണനാണ്. കൃഷ്ണൻ അത് സാധിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഈ കൃഷ്ണൻ അത്ര സ്നേഹിച്ച ഇഷ്ടപ്പെട്ട ആളായിരുന്നു ആര്? കർണൻ. എന്നിട്ടെന്തേ ആ കർണൻ ഇങ്ങനെയൊക്കെ ആയത്? കാരണം കർണൻ ഇതൊക്കെ ഉണ്ടെങ്കിലും കർണന്റെ കൂട്ടുകെട്ട് ആ ദുര്യോധനന്റെ കൂടെ. അതുകൊണ്ട് തൻ്റെ ഭാര്യയായി തീരേണ്ടവളാണ് പാഞ്ചാലി. കാരണം പാണ്ഡവരിൽ ഒരാളായിരുന്നു കർണനെങ്കിൽ പാഞ്ചാലി കർണനും കൂടി അവകാശപ്പെട്ടതാണ്. അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യ, അല്ലേ? ജ്യേഷ്ഠന്റെ ഭാര്യയല്ല, കർണനാണ് ഏറ്റവും മൂത്തവൻ, അല്ലേ? സ്വന്തം ഒരു ഗൃഹത്തിലുള്ള ഒരു അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള ആ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നതിൽ കൂട്ടു നിൽക്കേണ്ടി വന്നു കർണന്. ഉണ്ടോ ഇല്ലയോ? കള്ളച്ചൂതിന് കൂട്ടു നിൽക്കേണ്ടി വന്നു കർണന്. ആണോ? ഈ തെറ്റുകളിലൊക്കെ ചെന്നുപെട്ട അവസാനം കർണൻ ആ തരത്തിലുള്ള നിന്ദ്യമായ പ്രവൃത്തിയിൽ കൂട്ടുനിന്നപ്പോൾ കർണന്റെ മരണവും നിന്ദ്യമായി തീർന്നു. ആണോ അല്ലേ? പറയൂ നിങ്ങൾ, എത്ര കഴിവാണ്! ഒരുപക്ഷെ അർജുനന് ഇത്ര കഴിവില്ല. ആ കർണൻ കർണൻ കുണ്ടലങ്ങളോടുകൂടിയിട്ടാണ് ജനിച്ചത്. ആ കുണ്ടലങ്ങളൊക്കെ കർണന്റെ ശരീരത്തിലുണ്ടായിരുന്നെങ്കിൽ കർണനെ തോൽപ്പിക്കാൻ ഒരാൾക്കും, ഇതൊക്കെ കർണൻ കൊടുത്തതുകൊണ്ടാണ് കർണനെ തോൽപ്പിക്കാൻ പറ്റിയത്. ആണോ? അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾക്ക് തോൽപ്പിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ഒരു കർണൻ വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് അവനവന്റെ ജീവിതം തകർത്ത കഥ മഹാഭാരതത്തിൽ നാം വായിക്കുന്ന പോലെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തിയുടെയും ജീവിതം ധന്യമാവുന്നത് 3 കാര്യങ്ങളുള്ളപ്പോഴാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് കുട്ടികളിൽ ദൈവീകമായ കഴിവിനെ കാണാൻ സാധിക്കുക. ഏത് കാണണം? മറ്റുള്ള കൃത്രിമമായ കഴിവല്ല, വിദ്യാഭ്യാസത്തിന്റെ കഴിവല്ല, ഒരു ദൈവീക കഴിവ് നിങ്ങളുടെ കുട്ടികളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരാഴ്ച കുട്ടികളെ ഇവിടെ കൊണ്ടുനിരുത്തുക. സ്കൂളിലൊന്നും പറഞ്ഞേക്കണ്ട, സത്യസന്ധമായി പറയാണ്. കാരണം സ്കൂൾ വിദ്യാഭ്യാസം അല്ല കുട്ടികൾക്ക് നല്ല ഒരു മനുഷ്യത്വം ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ അങ്ങനെ ധരിക്കേ വേണ്ട. ഇന്നിപ്പോൾ അങ്ങനെ സ്കൂളിൽ പോവാതെ വിദ്യാഭ്യാസമുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഹോം സ്കൂളിംഗ് എന്നൊക്കെ പറയും. നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊന്നും അതില്ല. വിദേശങ്ങളിലൊക്കെ സ്കൂളുകളിൽ പോവാതെ തന്നെ ഒരു വിദ്യാഭ്യാസം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഹോം സ്കൂളിംഗ് എന്ന് പറയും. അപ്പോൾ ഒരാഴ്ച നിങ്ങൾ കുട്ടികളെ ഇവിടെ കൊണ്ടുവരിക. മനസ്സിലായില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾ വെറുതെ ഇവിടെ ഇരുന്നാൽ മതി. അവരുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു തോന്നൽ വരും, എന്നിൽ ചില ദൈവീകമായ കഴിവുകൾ ഉണ്ട് എന്നുള്ളത്. ആ കഴിവുകൾ ഈ ക്ഷേത്രാന്തരീക്ഷത്തിൽ കുറച്ചു നേരം ഇരുന്നാൽ തന്നെ അത് എവിടെയെങ്കിലും തോന്നാതിരിക്കില്ല. നിങ്ങൾ നോക്കുക, ഇപ്പൊ ഈ കൊച്ചു കുട്ടിയോട് ഡാൻസ് കളിക്കാൻ ആരും പറഞ്ഞിട്ടല്ല ഡാൻസ് കളിക്കുന്നത്. ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആ ഒരു സർഗപ്രതിഭ പുറത്തേക്ക് വരികയാണ്. ആണോ? അത് ആ കുട്ടി TV കണ്ടിട്ട്, അതിനിപ്പോൾ ഡാൻസ് പഠിക്കേണ്ട പ്രായമല്ല, നമുക്കറിയാം. അതിന് സ്കൂളിൽ ഡാൻസ് ക്ലാസ്സിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തരിലും, ഞാൻ ഇത് പറയാൻ കാരണം, ഓരോരുത്തരുടെ ഉള്ളിലും ഇതുപോലുള്ള ഒളിഞ്ഞിരിക്കുന്ന ചില സർഗ കഴിവുകൾ ഉണ്ടാവില്ലയോ? ഉണ്ടാവുന്ന മിണ്ടാത്ത നിങ്ങൾ. പക്ഷെ അത് നശിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. ഞാൻ പറയാ, ഇന്നത്തെ വിദ്യാഭ്യാസമാണ് മനുഷ്യനെ നശിപ്പിച്ചതെന്ന് പറയുന്ന ആളാണ് ഞാൻ. സ്കൂളിൽ പോവരുതേ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. സത്യത്തിൽ ആ വഴിക്ക് പോവരുതായിരുന്നു നമ്മൾ. കാരണം നമ്മളെ വഴി തെറ്റിച്ചത് ആ വിദ്യാഭ്യാസം. ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ, നിങ്ങൾ പറയണം എന്നോട്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നിർവചനം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? വിദ്യാഭ്യാസം എന്നാൽ എന്ത്? നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. എന്താണ് വിദ്യാഭ്യാസം? അതിനൊന്ന് നിർവചിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ ഒരു നാണമൊന്നും വിചാരിക്കണ്ട, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മളൊരാഴ്ച നമ്മൾ ഈ അമ്മയുടെ സന്നിധിയിൽ ഒരു കുടുംബാംഗങ്ങളായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ നിങ്ങളൊരു പ്രഭാഷണം കേൾക്കുന്നു എന്നുള്ള രീതിയിലിരിക്കണ്ട. തെറ്റിക്കോട്ടെ, അപ്പം കുഴപ്പമില്ല. ഒരു കുടുംബത്തിൽ വർത്തമാനം പറയുമ്പോൾ തെറ്റിയാലും വിരോധമില്ലല്ലോ. അപ്പം പറയാനുള്ളൊരു ആർജവം കാണിക്കണം. തെറ്റിക്കോട്ടെ, ഇനി മറ്റുള്ളവർ മനസ്സിലായിക്കോളോ, എനിക്ക് അറിയില്ലല്ലോ, അങ്ങനെയുള്ള ഒന്നും ഒരു ഇത് കോംപ്ലക്സ് വേണ്ട. പറയൂ, എന്താണ് വിദ്യാഭ്യാസം?
ഒരാളൊന്ന് ഉറക്കെ പറഞ്ഞാൽ നന്നായി. എല്ലാവരും കൂടി പറഞ്ഞാൽ ഈ കാക്കക്കൂട്ടത്തിന് കല്ല് എറിഞ്ഞ പോലെ ഉണ്ടാവും. ഒരാൾ ഉറക്കെ തെറ്റിക്കോട്ടെ, ഞാൻ പറയില്ലേ, തെറ്റിയാലും കുഴപ്പമില്ല. നിങ്ങൾ എന്താ മനസ്സിലായി? അമ്മ പറയുന്നുണ്ട്. എന്താണ്? എന്താ ഞാൻ ഇങ്ങോട്ട് ഇത്രയും കേൾക്കാൻ? സ്വഭാവ രൂപീകരണമാണോ വിദ്യാഭ്യാസം? അതൊരു പാർട്ടല്ലേ വിദ്യാഭ്യാസത്തിൻ്റെ? ഞാൻ അമ്മയോട് തന്നെ ചോദിക്കട്ടെ, ഇന്നത്തെ ഒരു 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എടുത്തു കഴിഞ്ഞാൽ ആ സ്വഭാവ രൂപീകരണം നല്ലോണം നടക്കണ്ടല്ലോ അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പം അധ്യാപകൻ അടിച്ചാൽ അധ്യാപകനെതിരെ കേസിന് പോകുന്നൊരു കാലമാണിത്. ആണോ ഇല്ലയോ? പണ്ട് ഒന്നേ ഉള്ളൂ എങ്കിൽ ഒലയ്ക്ക കൊണ്ട് കൊടുക്കണം. ഇന്നിപ്പോൾ ഒലയ്ക്ക വേണ്ട, ടീച്ചറൊന്ന് തൊട്ടു എന്നുള്ള പേര് ടീച്ചർ അകത്താക്കുന്ന കാലമാണ്. ആണോ? നല്ല സ്വഭാവത്തിലേക്കല്ലേ പോയിട്ടുള്ളത്? കണ്ടില്ലേ, യുവജനോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഭീഷണിപ്പെടുത്തുകയാണ് മന്ത്രിമാര്. വല്ല പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ നിങ്ങൾ അടുപ്പിക്കില്ല സ്കൂളുകാരെ. മനസ്സിലായില്ലേ? പല കാര്യങ്ങൾ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് പല കാര്യം. ഇരുന്നോളൂ. അതാണോ അതിൻ്റെ ഒരു നിർവചനം? അതല്ല.